നോക്കൂ ഗൈസ്, അച്ചാദ്യമായിട്ട് നട്ട കരിമ്പാണ് നമ്മൾ ഇന്ന് വെട്ടാൻ പോകുന്നത്. നിങ്ങൾ ഈ കരിമ്പിൻ്റെ ചൂട്ട് കണ്ടില്ലായിരുന്നോ കോഴികൾ? ഇത് നമ്മൾ വെട്ടാൻ പോകുന്ന കരിമ്പിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കരിമ്പാണ്. അപ്പോൾ നമ്മൾ വെട്ടാൻ ഉദ്ദേശിക്കുന്ന കരിമ്പുകൊണ്ട് അവ ഇങ്ങനെ വളഞ്ഞ് പോകുന്നുണ്ടോ? പോയി ഏറ്റവും മുകളിൽ അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഇവനെയാണ് നമ്മൾ ഇന്ന് വെട്ടാൻ പോകുന്നത്. ഞങ്ങളിന്ന് മുറിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു വർഷം അടുപ്പിച്ച ഞങ്ങൾ നട്ടിട്ട് ഇപ്പോഴാണ് അത് പാകമായത്. ഇന്നത്തെ പ്രത്യേകം എന്താണെന്ന് അറിയാമല്ലോ, ഇന്നൊരു പ്രത്യേക ദിവസം കൂടെയാണ്. ഓക്കെ, നല്ല നോക്കി ആണോ, ഒറ്റ വെട്ടിന് തന്നെ അത് മുറിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് എടുക്കാനുള്ള നമുക്കിന്ന് പാടുന്നത് നോക്കി ഇങ്ങനെ വളഞ്ഞിങ്ങനെ. എന്തായാലും ഇതാ അടിപൊളിയല്ലേ? ഇനിയുണ്ട്. അപ്പം ഇനി അടുത്തൊരു ഇതും കൂടെ ഇന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ വളർന്നിങ്ങനെ വലിയൊരു ഇതായിട്ട് നിൽക്കുന്നതാണ്. എന്തായാലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കരിമ്പ് ഇവിടെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയാണ് ഇന്ന്. എന്തായാലും നോക്കിക്കളയാം. അപ്പോൾ അതിങ്ങനെ ചെത്തി ഇങ്ങനെ ഇത് രണ്ടാക്കാരൊന്നു നീ കാണിക്കേ. വേണ്ട, ഇത്രയും വലിയൊരു പീസാണ് നമുക്ക് ഒന്നിന്ന് കിട്ടുമ്പോൾ ഒരു മൂടേ നമ്മൾ നട്ടിട്ടുള്ളൂ. അപ്പോൾ അത് എന്തായിരുന്നാലും ഇതിൻ്റെ ഇനി അടുത്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ കൂടെ നോക്കാം. അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ നാടൻ കരിമ്പെന്ന് പറയുന്ന പോലെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, നല്ല മധുരമാണ്. കാരണം ഇത് നമ്മൾ വേറെ വളമൊന്നും ചേർക്കുന്നതല്ല. നീ പറ, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ആണോ? അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ കരിമ്പാണ് പ്രത്യേകത. ഓക്കെ.